ലത്തീൻ അതിരൂപത വികാരി ഫാദർ യൂജിൻ പെരേരയെ വെല്ലുവിളിച്ച് ആക്രമിക്കപ്പെട്ട ഗർഭിണി യുവതി. വിഴിഞ്ഞം സംഘർഷത്തിൽ തന്നെയും തന്റെ കുടുംബത്തെയും യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തുറമുഖ വിരുദ്ധ സമിതി ആക്രമിച്ചതെന്ന് യുവതി. യോഗനാഥം ന്യൂസ് എക്സ്ക്ലൂസീവ്. യോഗനാഥം ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് വിഴിഞ്ഞത്ത് കല്ലേറിന് ഇരയായ ഗർഭിണി യുവതി ഫാദർ യൂജിൻ പെരേരയെ വെല്ലുവിളിച്ചത്. സംഭവത്തിൽ യൂജിൻ പെരേരയുടെ പ്രതികരണം ഇങ്ങനെ: അത് അവരുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നതെന്ന് കണ്ട് നോക്കിയോ? ആ ദൃശ്യം നോക്കിയോ? അല്ല, ഞാനതാ പറഞ്ഞേ, അവരുടെ ഭർത്താവ് ഇവിടെ നടത്തുന്ന അട്ടഹാസം കണ്ടോ? വലിയ കത്തിയുമായി നിന്ന് വെല്ലുവിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഞാൻ അത്തരം സീനുകളിലേക്ക് ഒന്നും പോകുന്നു. കല്ലേറിനിരയായ യുവതിയുടെ ഭർത്താവാണ് ഏകപക്ഷീയമായി പ്രകോപനം ഉണ്ടാക്കിയതെന്നും അതിന് തെളിവായി ദൃശ്യങ്ങളുണ്ടെന്നും പറഞ്ഞതിനെതിരെയാണ് യുവതി പ്രതികരിച്ചത്. ഓൾറെഡി എല്ലാവരും വീഡിയോ കണ്ടതായിരിക്കും. ആ വീഡിയോയിൽ കാണുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ്, ഇവിടെ നിൽക്കുന്ന ഹസ്ബൻഡുണ്ട്, അച്ഛനുണ്ട്, എൻ്റെ മാമൻ, എൻ്റെ കുഞ്ഞ്, പിന്നെ വഴിയെ വന്നൊരു ആൻറ്റി. ഇവർ ഇത്രയും പിന്നെ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. വീഡിയോയിൽ ഞങ്ങൾ എല്ലാവരെയും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെ കയ്യിലും ഒരു കത്തിന്നല്ല ഒരു കല്ല് പോലും ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. ആ വീഡിയോയിലെല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നുമുണ്ട്. അത് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോയുടെ അത്രയും പോർഷൻ ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുത്ത് തരാനും ഞാൻ തയ്യാറാണ്. ഫാദർ യൂജിൻ പെരേരയുടെ കൈവശം ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ താൻ വെല്ലുവിളിക്കുകയാണെന്നും യുവതി പറഞ്ഞു. പിന്നെ ഇങ്ങനെ വെറും പച്ചക്കള്ളം മാത്രം പറയുന്ന ഒരാളെ ഒരു വൈദികനെന്നോ ഒരു ഫാദറെന്നോ വിശേഷിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ യൂജിൻ പെരേര, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ കത്തിയോ കല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാരണമാണ് നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടാക്കിയതെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കും. ഞാൻ എടുത്ത വീഡിയോയിൽ എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വീഡിയോ എടുത്ത ഒത്തിരി പേരെ ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്ന് ഒരാളെ കണ്ടുപിടിച്ച് നിങ്ങൾ ആ വീഡിയോ വാങ്ങിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിൽ കത്തിയോ കല്ലോ എന്തെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ പരസ്യമായിട്ട് എല്ലാവരുടെ ഫ്രണ്ടിൽ പരസ്യമായിട്ട് നിങ്ങളോട് മാപ്പ് പറയാൻ ഞാൻ ഓക്കെയാണ്. യോഗനാഥൻ ന്യൂസ്, തിരുവനന്തപുരം.